SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കവുമായി ദില്ലി പോലീസ് AKG ഭവനിൽ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിൽ ഇപ്പോൾ ദില്ലി പോലീസ് എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെത്തുകയാണ്. ഐഷി ഘോഷിനെതിരെ പ്രതികാര നടപടിയുമായി ദില്ലി പോലീസ്. ദില്ലിയിലെ ഐതിഹാസികമായ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതിന് നേതൃത്വം വഹിച്ച പ്രധാനപ്പെട്ട വിദ്യാർത്ഥി നേതാക്കളിൽ ഒരാളായ SFIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ദില്ലി AKG ഭവനിലേക്ക് ഇപ്പോൾ ദില്ലി പോലീസിന്റെ സംഘം എത്തിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ വരികയാണ്. വിഷ്ണു, ദില്ലി പോലീസ് ഇപ്പോൾ AKG ഭവനിലേക്ക് എത്തിയിരിക്കുകയാണോ? ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുക എന്നതാണോ അവരുടെ നീക്കം? പ്രതികാര നടപടികളിലേക്ക് കടക്കുകയാണോ ദില്ലി പോലീസ്? മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് CJP പ്രതിഷേധത്തിൻ്റെ വലിയൊരു വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഐഷി ഘോഷിനെതിരെ ഒരു പ്രതികാര നടപടിയിലേക്ക് ദില്ലി പോലീസ് കടന്നിരിക്കുന്നത്. അതിൽ തന്നെ പഴയ ഒരു കേസിൻ്റെ പേരിലാണ് ഇപ്പോൾ ഐഷി ഘോഷിനെതിരായിട്ടുള്ള വാറന്റുമായി ദില്ലി പോലീസ് എന്തായാലും AKG ഭവനിലേക്ക് എത്തിയൊരു സാഹചര്യമുള്ളത്. ഏത് കേസാണ് എന്ന് വ്യക്തമാക്കാൻ ഇതുവരെ എന്തായാലും ദില്ലി പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ഈ CJP പ്രതിഷേധത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ നിന്ന ഒരു നേതാവാണ് ഐഷി ഘോഷ്. അത് വലിയ തോതിൽ ചർച്ച ചെയ്തതുമാണ്. ഇതിന് പിന്നാലെ RSS മുഖപത്രം ഓർഗനൈസർ ഉൾപ്പെടെ ഐഷി ഘോഷിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ AKG ഭവനിലേക്ക് ദില്ലി പോലീസ് ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്കൊപ്പം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശൻ സജി കൂടി ചേരുന്നുണ്ട്. ഇതിപ്പോൾ എന്താ ഇങ്ങനെ ഒരു പെട്ടെന്ന് നടപടി? ഇപ്പോൾ ബോധപൂർവം പഴയ കേസുകളെല്ലാം പ്രതിഷേധിച്ചതിൻ്റെ കേസാണ് ഉൾപ്പെടെ പണ്ട് 2021 നടന്ന കേസാണ് ഇപ്പോൾ അത് വാറണ്ടായി ഇവിടെ വന്നിരിക്കുന്നത്. അത് ബോധപൂർവം ഈ സമരവുമായി ബന്ധപ്പെട്ട് ആ സമരത്തിന് മുമ്പിൽ BJP പരാജയപ്പെടേണ്ടി വന്നു. ആ പരാജയപ്പെട്ടതുകൊണ്ട് അതിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെല്ലാം പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 30-ാം തീയതി വെച്ചിരിക്കുന്ന ഹിയറിംഗ് ആണ്. അതിനു മുമ്പ് അവർ ബെയിൽ കട്ട് ചെയ്തു അറസ്റ്റ് ചെയ്യണമെന്ന നിലയിൽ ഇപ്പോൾ പോലീസോടെ വന്നിരിക്കുന്നത്. അത് നിലയിൽ ഇപ്പോൾ ഒരു കുട്ടിയെ പിന്തുടർന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകിയ ബോധപൂർവം അവർ വേട്ടയാടാൻ വേണ്ട ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും ഞങ്ങൾ അതിനെ അനുവദിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതിരോധം അതിനകത്തുണ്ടാകും. ഇതിപ്പോൾ ഏത് കേസിൻ്റെ പേരിലാണ്? ഇത് 2021 നടന്ന കേസാണ്. അത് പ്രതിഷേധം സ്വാഭാവികമായി വരുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എന്ന കേസാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ വസ്തുത ഇപ്പം ലീഗൽ ടീമുമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പറയും. പക്ഷേ ഈ 30-ാം തീയതി വെച്ച ഹിയറിംഗ് ആണ്. അപ്പോൾ ഈ നിലവിൽ ഇവരുടെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തേ പോകുമെന്ന നിലയിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അത്തരത്തിലാണ്. അതായത് ഈ 2021 കേസിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി ദില്ലി പോലീസ് AKG ഭവനിലേക്ക് എത്തിയിരിക്കുന്നത്. 2021 കേസിൻ്റെ പേരിൽ ഇതിൻ്റെ ഹിയറിംഗ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ 30-ാം തീയതി കേസിൻ്റെ ഹിയറിംഗ് ഇവിടെ കോടതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു വേട്ടയാടൽ നടപടി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ബെയിൽ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് വിഷ്ണു 2021 നടന്ന കേസ് ഇപ്പോൾ അത് കോടതിയിൽ വാദം നടക്കുകയാണ്. 30-ാം തീയതി അതിന്റെ വാദം വീണ്ടും നടക്കാനിരിക്കുകയാണ്. ഇതുവരെ ഇല്ലാതിരുന്നൊരു തിടക്കമാണ് ഇപ്പോൾ ദില്ലി പോലീസിന്. ഇപ്പോൾ വാറണ്ടും തപ്പിയെടുത്ത് വന്നിരിക്കുകയാണ് അതിന് ബെയിൽ കട്ട് ചെയ്തിട്ട്. സംഗതി വളരെ വ്യക്തമല്ലേ? ദില്ലിയിലെ ഐതിഹാസികമായ സമരത്തിന്റെ നേതൃമുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഐഷി ഘോഷ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതികാര നടപടി അത് മാത്രമാണ് ഇതിന്റെ പുറകിലെന്ന് വളരെ വ്യക്തമല്ലേ? ആ രീതിയിൽ ശക്തമായ പ്രതിരോധം തീർക്കാനാണോ അവിടെ CPIMന്റെയും SFIയുടെയും തീരുമാനം? മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇത് കൃത്യമായിട്ടുള്ള പ്രതികാര നടപടി തന്നെയാണ് ദില്ലി പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഐഷി ഘോഷിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ CJP പ്രതിഷേധത്തിൽ കണ്ടതാണ്, ഐഷി ഘോഷാണ് ഈ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ് ഐഷി ഘോഷ്. ആ ഐഷി ഘോഷിനെ വേട്ടയാടുന്ന തലത്തിലേക്കാണ് എന്തായാലും ഇപ്പോൾ ദില്ലി പോലീസിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2021 നടന്ന പ്രതിഷേധത്തിലാണ് ഇത്തരത്തിൽ ഐഷി ഘോഷിനെതിരെ കേസെടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഹിയറിംഗ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വാദം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ 30-ാം തീയതി തുടർവാദം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഐഷി ഘോഷിൻ്റെ ബെയിൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഐഷി ഘോഷിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി ദില്ലി പോലീസ് ഇപ്പോൾ AKG ഭവനിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഐഷി ഘോഷ് AKG ഭവനിൽ തന്നെ ഐഷി ഘോഷ് ഉണ്ട്. അതോടൊപ്പം തന്നെ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശൻ സജി ഉൾപ്പെടെയുള്ള നേതാക്കൾ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ AKG ഭവനിലുണ്ട്. നിലവിൽ ഇതിൽ വലിയൊരു പ്രതിഷേധം തീർക്കുമെന്ന് തന്നെയാണ് ഇത്തരത്തിൽ നേതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത്.